ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് ആഗോള കൽദയ സുറിയാനി സഭയിലെ സീനിയർ മെത്രാപ്പൊലീത്തയും സുറിയാനി പണ്ഡിതനും കേരള കൽദയ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ അഭിവന്യ മാർ അപ്രേം തിരുമേനിയാണ്. സ്വാഗതം തിരുമേനി. തിരുമേനി, കൽദയ സഭയെക്കുറിച്ചും അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും പ്രേക്ഷകരോട് ഒന്ന് വിശദീകരിക്കാമോ? കൽദയ സഭ അല്ലെങ്കിൽ കൽദയ സുറിയാനി സഭ എന്ന് പറയുന്നത് ഇറാഖുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സഭയാണ്. ഞങ്ങളുടെ തലവൻ പാത്രിയർക്കീസ് ബാവ ബാഗ്ദാദിൽ ആയിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ആസ്ഥാനം അവിടെ തന്നെ ഇറാഖിൽ തന്നെ വടക്കൻ ഇറാഖിലുള്ള കുർദിസ്ഥാൻ ഏരിയയിലെ എർബിൽ എന്ന പട്ടണത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മാർ ഗീവർഗീസ് മൂന്നാമൻ എന്ന് പറഞ്ഞ ആളാണ് പാത്രിയർക്കീസ് ബാവ. അദ്ദേഹം അവിടെ ആസ്ഥാനമായിരിക്കുന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിലെ സീനിയർ മെത്രാപ്പൊലീത്ത ഞാനാണ്. പിന്നെ എൻ്റെ താഴെ ഒരു ജൂനിയർ മെത്രാപ്പൊലീത്തയുണ്ട്. അദ്ദേഹം ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിൻ്റെയും മെത്രാപ്പൊലീത്തയായിരിക്കുന്നു. പിന്നെ കൂടാതെ 10-12 എപ്പിസ്കോപ്പന്മാർ വിവിധ രാജ്യങ്ങളിലുണ്ട്. ഇറാനിലും സിറിയയിലും അതുപോലെ തന്നെ യൂറോപ്പിലെ പിന്നെ അമേരിക്കയിൽ തന്നെ 3 സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ കാനഡയിലും ഒരാളുണ്ട്. അപ്പോൾ അങ്ങനെ ലോകവ്യാപകമായ ഒരു സഭയാണ്. തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഏറ്റവും പുരാതനമായ സഭ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇപ്പോൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ സീറോ മലബാർ സഭ ഉപയോഗിക്കുന്ന അതേ ലിറ്റർജി, അതായത് മാർ അദ്ദായ് മാർ മാറി എന്നീ ശ്ലീഹന്മാരുടെ തക്സ, അത് തന്നെയാണ് ഞങ്ങളും ഉപയോഗിക്കുന്നത്. ഞങ്ങൾ മാറ്റം വരുത്താതെ അതുമേ തന്നെ അത് ഉപയോഗിക്കുകയും പാത്രിയർക്കീസിൻ്റെ കീഴിലെ അതിപ്പോൾ കുറച്ച് നാൾ അമേരിക്കയിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇറാഖിൽ നിന്ന് കുഴപ്പങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ ഇറാഖിൽ നിന്ന് 1933 നാട് കടത്തപ്പെട്ടു. പിന്നീട് അദ്ദേഹം അമേരിക്കയിൽ വെച്ച് മരിച്ചു. പിന്നീട് വന്ന പാത്രിയർക്കീസും ഈ അടുത്ത കാലത്തായിട്ട് 4 കൊല്ലം മുൻപ് അമേരിക്കയിൽ വെച്ച് മരിച്ചപ്പോൾ സഭയുടെ സീനിയർ മോസ്റ്റ് മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ എന്നെയാണ് നിശ്ചയിച്ചിരുന്നത് സഭയുടെ തലവനായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ശവസംസ്കാരം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ, പിന്നെ പുതിയ തിരഞ്ഞെടുപ്പ് നടത്താൻ, അങ്ങനെയുള്ള എല്ലാ ചുമതലയും എന്നെ ഏൽപ്പിക്കുകയുമാണ് ചെയ്തിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഭാഷ സംസാരിക്കുന്ന ആളല്ല. ഷിക്കാഗോയിലായിരുന്ന സമയത്ത് നമുക്ക് എളുപ്പമായിരുന്നു, ഷിക്കാഗോയിലേക്ക് പോകാൻ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ഇപ്പോൾ എർബിലായപ്പോൾ കുറച്ച് പ്രയാസമുണ്ട് ഭാഷയുടെയൊക്കെ. പക്ഷെ എന്തൊക്കെയായാലും ഞങ്ങളുടെ ഇറാഖിലത്തെ മെത്രാപ്പൊലീത്തയെ തന്നെ പാത്രിയർക്കീസായിട്ട് തിരഞ്ഞെടുക്കുകയും ഞാൻ തന്നെയാണ് എൻ്റെ വാഴിക്കൽ നടത്തിയത്. കൂടാതെ മറ്റുള്ള സഭകളിൽ നിന്ന്, യാക്കോബായ സഭയിൽ നിന്നും കൽദായ കത്തോലിക്ക സഭയിൽ നിന്നും പിന്നെ മാർപ്പാപ്പയുടെ മറ്റൊരു എക്യുമെനിക്കൽ റിലേഷൻസിനുള്ള കർദിനാൾ കോക്ക് എന്ന് പറഞ്ഞ അദ്ദേഹവും, അങ്ങനെ കുറേ പേര് വന്നിരുന്നു ആ പട്ടംകുടയിൽ. അത് വലിയൊരു സംഭവമായിരുന്നു ഇറാഖിലെ ആ വടക്കൻ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞങ്ങൾ അവരുമായിട്ടുള്ള ബന്ധം സജീവമായിട്ട് പുലർത്തുകയും അവിടെ നിന്ന് പട്ടമേറ്റ് വരുന്നവർ ഇപ്പോൾ അവസാനമായിട്ട് കൊടുത്തത് ഇവിടെ ഇന്ത്യയിൽ തൃശ്ശൂർ തന്നെ കൊടുക്കുകയുണ്ടായി 2 എപ്പിസ്കോപ്പന്മാർക്ക്. പക്ഷേ അതിനു മുൻപ് ഞാൻ അവിടെ ഇറാഖിൽ പോയിട്ടാണ് പട്ടമേറ്റത്. 51 വർഷം തികഞ്ഞിരിക്കുകയാണ് ഞാൻ മെത്രാപ്പൊലീത്തയായിട്ട്. കൽദയ സഭയുടെ പൗരാണികതയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? കേരളവുമായി അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയിലെ സുവിശേഷം കൊണ്ടുവന്നത് സെൻറ്റ് തോമസ് ലീഗ 52 AD വിശ്വസിക്കപ്പെടുന്നു. അതിനും കുറച്ച് മുൻപ് പേർഷ്യയിൽ പോയിട്ട് സെൻറ്റ് തോമസ് പോയി പ്രസംഗിക്കുകയും ആളുകളെ ക്രിസ്ത്യാനികളാക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിപ്പോയിട്ട് ഇന്ത്യയിലേക്ക് 52 വരുന്നത്. അപ്പോൾ ആ ബന്ധം നമ്മൾ അവിടെ ഇദ്ദേഹം പേർഷ്യയിലുണ്ടായിരുന്നതുകൊണ്ട് പേർഷ്യൻ സഭയുമായിട്ടുള്ള ബന്ധം നമ്മൾ തുടർച്ചയായിട്ട് കീപ്പ് ചെയ്തു. മാത്രമല്ല അവർ കൊടുത്ത പുസ്തകങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അവരുടെ സുറിയാനി തന്നെ നമ്മൾ ഉപയോഗിക്കും. അങ്ങനെ ഈ സഭ എല്ലാ വിധത്തിലും അതിൻ്റെ അതേ തനിമ തന്നെ ഇറാഖിലുള്ള സഭ ഉപയോഗിച്ചിരുന്ന കുർബാനക്രമങ്ങൾ അദ്ദായന്മാറി, മറ്റ് ചില സുറിയാനി സഭകൾ മാറി യാക്കോബിൻ്റെയാണ് ഉപയോഗിക്കുക. ഞങ്ങളങ്ങനെയല്ല. സീറോ മലബാർ സഭയും ഇപ്പോൾ ഇന്ത്യയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അദ്ദായന്മാറി എന്ന ശിഷ്യന്മാരുടെ കുർബാനക്രമം. അപ്പോൾ അത് പൈതൃകം ഒന്ന് തന്നെയാണ്. പിന്നെ പല വിധത്തിലും അവിടെ നിന്ന് മെത്രാന്മാർ വരികയും ആ ബന്ധം എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഇതിനെ കൽദായ സഭ എന്നും ചർച്ച് ഓഫ് ദി ഈസ്റ്റ്, കിഴക്കിൻ്റെ സഭ, പൗരസ്ത്യ സഭ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. തിരുമേനിയുടെ മാതാപിതാക്കൾ ചെറുപ്പകാലഘട്ടം
സഭാജീവിതം ഇവയെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ ഈ തൃശ്ശൂർ പട്ടണത്തിൽ ജനിച്ചു വളർന്നവനാണ്. എൻ്റെ അമ്മയും അപ്പനും അങ്ങനെ തന്നെ തൃശ്ശൂർ പട്ടണത്തിൽ തന്നെയാണ് ജനിച്ചു വളർന്നത്. ഞങ്ങളുടെ കുടുംബം അന്ന് പള്ളിയുമായിട്ട് വളരെ അടുത്ത ബന്ധങ്ങൾ പുലർത്തിയിരുന്നു. എൻ്റെ അനുജനെ ബാപ്റ്റൈസ് ചെയ്തത് പോലും ഈ ഇപ്പോൾ അടുത്ത കാലത്ത് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സെയിൻറ്റ് അബിമലേഖ് അബിമലേഖ് തിമോത്തിയോസ് മെത്രാപ്പൊലീത്തയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട് ഒന്ന് പുതുക്കി പണിതപ്പോൾ ബ്ലസ് ചെയ്യാനായിട്ടും മെത്രാപ്പൊലീത്ത വന്നിരുന്നു. അങ്ങനെ തിരുമേനിയുമായിട്ട് തിമോത്തിയോസ് തിരുമേനിയായിട്ട് ബന്ധമുണ്ടായിരുന്നു, പരിചയം ഉണ്ടായിരുന്നു, അടുപ്പമുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം കാലം ചെയ്ത് ഇവിടെ തന്നെ അടക്കിയിരിക്കുന്നത്. അതിന് ശേഷം വന്ന തിരുമേനി പ്രസംഗങ്ങളൊക്കെ പറയും, നമ്മുടെ സഭയിലേക്ക് അവിടെ പോകണം, നമ്മുടെ സേവനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്കും പോകണം. ചൈനയിൽ നമ്മുടെ പിതാക്കന്മാരുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് പോകണം. അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ വരികയും സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ സുറിയാനി പഠിച്ചിട്ട് പറഞ്ഞു, ഞാനിനി അച്ഛനാവാൻ പോകണം. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല, അച്ഛനാവണമെന്നില്ല, ഇനി ഞാൻ കോളേജിലൊന്നും പോയില്ല എന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് സുറിയാനി പഠിക്കാൻ തുടങ്ങി. പരീക്ഷയ്ക്ക് കാലത്ത് ക്ലാസ്സിൽ പോകണമെന്ന് കൂടെ ഒരു സുറിയാനി പഠിക്കും ഈ പള്ളിയിൽ. ഉച്ച തിരിഞ്ഞ് ക്ലാസ് ഇട്ട് ഓടി വന്നിട്ട് വീണ്ടും വീട്ടിൽ നിന്ന് പഠിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പോകില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ എനിക്ക് എന്തോ ഒരു ബുദ്ധി, ചിലർ പറഞ്ഞിട്ട് കേട്ടത് കൊണ്ടായിരിക്കും, ഞാൻ വിചാരിച്ചു ഇങ്ങനെ പഠിപ്പില്ലാത്തൊരു മണ്ടൻ അച്ഛനായിട്ട് ഞാൻ നിൽക്കേണ്ടവരില്ലേ. മാത്രമല്ല ഇന്ന് ലോകം പുരോഗമിക്കുകയാണ്, അപ്പോൾ നമ്മുടെ താഴെയുള്ള പിള്ളേരുമൊക്കെ പഠിച്ചു വരും, ഞാൻ പഠിക്കാത്തവനാവരുത് എന്ന് വെച്ചിട്ട് ഞാനിവിടെ ചെന്നു. സെയിൻറ്റ് തോമസ് കോളേജ് സാമാന്യം നല്ലൊരു കോളേജാണ്. അവിടെ പോയി ഇൻ്റർമീഡിയറ്റിനെ പോയി ചേർന്നു കഴിഞ്ഞിട്ട് അത് പാസ്സായ ഉടനെ തന്നെ BD തിയോളജി പഠിക്കാനായിട്ട് ജബൽപൂർക്ക് പോയി. അത് സഭയുടെ അനുവാദത്തോടുകൂടി. എല്ലാം മാർ തോമ ധർമ്മം എന്ന് പറഞ്ഞൊരു മെത്രാപ്പൊലീത്തയായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്, സിറിയയിൽ നിന്ന് വന്ന്. അദ്ദേഹമാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ ചെറിയ കുട്ടിയാണെങ്കിലും ഞാൻ നല്ലപോലെ സുറിയാനിയൊക്കെ വായിക്കുന്നത് കണ്ടിട്ട് 14 വയസ്സിൽ ഇവിടെ സുറിയാനി പ്രാർത്ഥനയ്ക്ക് ഇവിടെ വരും. അന്ന് ആ നാട്ടുകാരനായതുകൊണ്ട് തിരുമേനിമാരായതുകൊണ്ട് ഇവിടുത്തെ പ്രാർത്ഥന മുഴുവൻ സുറിയാനിൽ ചെല്ലാറ്. അപ്പോൾ ഞാനിവിടെ നിന്ന് കൂടെ ചെല്ലും. അപ്പോൾ തിരുമേനിക്കതൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ എന്നോട് പറഞ്ഞു, നീ BDക്ക് പോകാനായിട്ട് പറഞ്ഞു. അപ്പം സമ്മതിച്ചില്ല. അപ്പം പറഞ്ഞു 18 വയസ്സ് പൂർത്തിയാവട്ടെ, ഇപ്പോൾ നിനക്ക് 17 വയസ്സെല്ലാം ആയിട്ടുള്ളൂ, അപ്പോൾ ഇപ്പോൾ പോകണ്ട എന്നുള്ളതായി. അപ്പോൾ അപ്പനെ വലിയ സമ്മതമില്ലാത്ത പോലെ പറഞ്ഞു. അമ്മ സമ്മതിച്ചു. പിന്നെ അവസാനം ഞാൻ അമ്മയോട് പറഞ്ഞു, അപ്പനെ പറഞ്ഞു നിർബന്ധിക്കേ, നമുക്ക് 10 മക്കളെ ദൈവം തന്നില്ലേ, ഒരെണ്ണം പോട്ടെ, ദൈവത്തിനായിട്ട് പോട്ടെ. പക്ഷേ എൻ്റെ അമ്മയുടെ കുടുംബത്തിലോ അപ്പൻ്റെ കുടുംബത്തിലോ ആരും അച്ഛന്മാരായിട്ടില്ല, അച്ഛനായിട്ടില്ല, കപ്പിയാർ പോലും ആയിട്ടില്ല. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് ഞാൻ എങ്ങനെയാണ് ഇതിനെ പോകുന്നതെന്ന് പലരും അത്ഭുതത്തോടെ നോക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, ത്യാഗം ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പിന്നെ പിതാക്കന്മാരെ വിശ്വാസത്തെ സംരക്ഷിച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ട്, ഞാനും അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജബൽപൂർ BD കോളേജിലേക്ക് 4 കൊല്ലത്തെ സ്കോളർഷിപ്പും കിട്ടി പോയി BD പഠിച്ചു. അതോട് എനിക്ക് മനസ്സിലായി ഇതുതന്നെയാണ് എൻ്റെ മാർഗം. അത് കഴിഞ്ഞ് ഞാൻ ഉടനെ തന്നെ പട്ടമായിട്ട് 21 വയസ്സിൽ ചെമ്മാശനായി പട്ടമേറ്റിട്ട് ഇംഗ്ലണ്ടിൽ പോയിട്ട് പഠിച്ചു കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇവിടെ 25 വയസ്സായിട്ട് പ്രീസ്റ്റാക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ മതി, അതുവരെ തിരുമേനി സെക്രട്ടറി ആയിട്ടും ഒക്കെ ഇവിടെ പ്രവർത്തിച്ച് ഓടി നടന്നു. പിന്നെ സെമിനാരിയിൽ ഞങ്ങൾക്ക് 10 മൈലപ്പുറം തിരൂര് ഒരു സെമിനാരി ഉണ്ട്, അതിൻ്റെ ലെക്ചറായിട്ട് ഞാൻ പ്രവർത്തിച്ചു. അങ്ങനെ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് 4 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും എന്നെ ഇംഗ്ലണ്ടിലേക്ക് വിട്ടു. ഇംഗ്ലണ്ടിൽ നിന്ന് മടങ്ങി വന്നിട്ട് പിന്നെയും കുറച്ച് ജോലികളും ചെയ്തിട്ട് പിന്നീട് വീണ്ടും പഠിക്കാനായിട്ട് ഞാൻ മാസ്റ്റർ ഡിഗ്രി പഠിക്കാനായിട്ട് ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ ചേർന്നു. അങ്ങനെ ഞാൻ പ്രീസ്റ്റായി. 25 വയസ്സ് പൂർത്തിയായപ്പോൾ അന്ന് മുതലാണ് താടി വയ്ക്കുന്നത്, ശിഷ്യന്മാർക്കാണ് താടി വയ്ക്കേണ്ടത്. അപ്പോൾ ഇത് എൻ്റെ താടിയുടെ 51 വയസ്സ് പൂർത്തിയായിട്ടുള്ളതാണ്, ലക്ഷണമാണിത്. അങ്ങനെ ഞാൻ കശീശയാവുകയും ഒക്കെ ചെയ്ത്, അല്ല കശീശയായിട്ട് 51 വർഷമല്ല, ബിഷപ്പായിട്ടാണ് 51 വർഷം. കശീശയായിട്ട് ഒരു 54 വർഷത്തോളം ഉണ്ടായിരുന്നു ആയിട്ട് കശീശയായിട്ട്. അങ്ങനെ തന്നെ ഞാൻ അമേരിക്കയിൽ പോയിട്ട് പഠിച്ചു. അവിടെ നിന്ന് വരുമ്പോൾ ബാഗ്ദാദിൽ എന്നെ വിളിച്ചു. കാരണം ഇവിടുത്തെ അച്ഛന്മാരോട് വോട്ടെടുപ്പ് നടത്തിയപ്പോൾ എനിക്ക് വോട്ടുണ്ടായിരുന്നു. അപ്പോൾ നീ വായോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഡോക്ടറേറ്റ് കഴിഞ്ഞിട്ടില്ല, പിന്നെ 30 വയസ്സായിട്ടുമില്ല. സാധാരണ ബിഷപ്പ്മാരെ 30 വയസ്സിലെ വഴിക്കുക. അപ്പോൾ ഇല്ല, സഭയ്ക്കൊരു ആവശ്യമുണ്ട്, സഭ ആവശ്യപ്പെടുന്നു, നീ അതിന് തയ്യാറില്ലേ? അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. ശരി. അങ്ങനെ ഞാൻ ആ ഡോക്ടറേറ്റ് അവിടെ നിർത്തി വെച്ചിട്ട് ബാഗ്ദാദിൽ വന്ന് പട്ടമേറ്റിട്ട് ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറേറ്റ് എടുക്കാം എന്ന് പറഞ്ഞു. അത് ഒരു ഡിസിഷൻ ശരിയോ തെറ്റോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും കുറേ ബുദ്ധിമുട്ടുണ്ടാക്കിയുള്ള ഒരു തീരുമാനമായിരുന്നു. എങ്കിലും കഷ്ടപ്പെട്ട് ഞാൻ ഡോക്ടറേറ്റ് പൂർത്തിയാക്കി. പിന്നീട് അതോട് ഇനി പഠിക്കില്ല എന്ന് വെച്ചിട്ടുണ്ട്. 2 മാസ്റ്റർ ഡിഗ്രിയും ഒരു ഡോക്ടറേറ്റുമായിട്ടുണ്ട്, ഇനി കഴിഞ്ഞു എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് സുറിയാനിയിൽ ഇന്ത്യയിൽ ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നില്ല, തുടങ്ങി.
മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയത്ത് തുടങ്ങിയപ്പോൾ അവിടുന്ന് ഒന്നാമതായിട്ട് PhD എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു ഈ സുറിയാനി ഭാഷയിൽ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഞാൻ വന്നു. പിന്നെ എൻ്റെ ഒരു കന്യാസ്ത്രീയുണ്ട്, സിസ്റ്റർ ജിൻസി, പുള്ളിക്കാരി മൂന്നാമതായിട്ട് പുള്ളീനെടുത്ത്. പിന്നെ എൻ്റെ എപ്പിസ്കോപ്പ യോഹന്നാൻ യോസഫ്, അദ്ദേഹവും എടുത്തു. അങ്ങനെ 3 PhD ഞങ്ങളുടെ ഈ ചെറിയ സമുദായത്തിൽ ഇന്ന് ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. 4 MA-കാരും സുറിയാനിയിൽ മാസ്റ്റർ ഡിഗ്രി. അപ്പോൾ അതൊരു വലിയൊരു റെക്കോർഡായി തോന്നി. പിന്നെ മാത്രമല്ല ഞങ്ങളുടെ സുറിയാനിയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ് ഞങ്ങൾക്ക്. പട്ടം കണ്ടെന്ന് പറയും, സുറിയാനിയിൽ ഖുർആൻ ചെല്ലാൻ പറ്റില്ലെങ്കിൽ നീ പട്ടയിൽ കണ്ട, അത് വേഗം പഠിച്ചു എന്ന് പറയും. അപ്പോൾ അത് വേഗമായിട്ടൊക്കെ പഠിച്ചു. അപ്പോൾ 25 വയസ്സിൽ കച്ചീച്ചാകുമ്പോൾ എനിക്ക് കച്ചീച്ച ചെല്ലുന്ന കുർബാന മുഴുവൻ വേഗമായിട്ട് അറിയാം. എന്നിട്ടാണ് ഞാൻ പട്ടമേൽക്കുന്നത്. അങ്ങനെ ചില കാര്യങ്ങളിൽ എനിക്ക് താല്പര്യം വന്നു. അവസരങ്ങളും കിട്ടി. ഞാൻ എപ്പോഴും ദൈവത്തോട് നന്ദിയുണ്ട്. നല്ല നല്ല അവസരങ്ങൾ കിട്ടി. ഇവിടെ സഭയിൽ തന്നെ റോമുമായിട്ടുള്ള ഡയലോഗ് വന്നപ്പോൾ ഞാനൊരു ചെയർമാനായി. പഠിപ്പുകളുകൊണ്ട് അവർ പലരും അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു. എല്ലാ സഭകളുമായി സഹകരിച്ച് പോകണം, അതാണ് എൻ്റെ ഒരു കാര്യം. ദൈവം വിളിച്ചത് ഈ പുരാതനമായ ഈ സഭ വീണു പോകാതെ, പഠിപ്പുള്ള അച്ഛന്മാരില്ലാതെ നശിച്ചു പോകാൻ പാടില്ല. ദൈവം എന്നെ വിളിച്ചുള്ള അതിനാണ് എന്നെനിക്കൊരു ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ബിഷപ്പായി വന്നിട്ടുള്ള. പല പ്രശ്നങ്ങളുണ്ടായിട്ട് ഇങ്ങനെ പിടിച്ചു നിന്ന് 51 കൊല്ലമൊക്കെ പൂർത്തിയാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. എൻ്റെ സഭയിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഇന്ത്യയിലെ 51 വർഷം ഗോൾഡൻ ജൂബിലി കഴിഞ്ഞിട്ടുള്ള ഒരു മെത്രാപ്പൊലീത്ത ഞാൻ ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നതിലും റിട്ടയർ ചെയ്തതായിട്ട് എല്ലാ സഭയിലും നോക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റു സഭകളിലൊന്നുമില്ല. ഇപ്പോൾ ഏറ്റവും പ്രായമുള്ള ഒരാൾ ക്രിസ്വാസ്തൻ തിരുമേനിയാണ്, റിട്ടയർ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം 54 കൊല്ലം ഭരിച്ചിട്ട് പിന്നെ റിട്ടയർ ചെയ്തു. മറ്റുള്ള സഭകളിലൊന്നുമില്ല. ചെറുപ്പത്തിലെ തൃശ്ശൂരും ക്രിസ്മസ് അനുഭവങ്ങളും ഒന്ന് പങ്കുവെക്കാമോ? എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ക്രിസ്മസ് കാലം വരുമ്പോൾ പാട്ടുകൾ പഠിക്കും. കൊയർ ഓരോ വീടുകളിൽ പോയിട്ട്, സഭയുടെ അംഗങ്ങളുടെ വീടുകളിൽ പോയിട്ട് രാത്രിയിലൊക്കെ പാട്ട് പാടും. അവർ നമുക്ക് കാപ്പി തരും. അതൊക്കെ ഒരു സന്തോഷകരമായ അനുഭവമാണ്. ഉറങ്ങാണ്ടിരിക്കാൻ ചിലർക്ക് താല്പര്യമില്ലെങ്കിലും ഞങ്ങൾ പലരും അതിൽ ക്രിസ്മസ് കാരോളിൽ പാടാനായിട്ട് പോകും. പിന്നെ ഈ ക്രിസ്മസ് വിളക്കുകൾ, സ്റ്റാർ പോലെയുള്ളതായ വിളക്കുകൾ ഉണ്ടാക്കും വീട്ടിൽ. ചേന പേപ്പർ കൊണ്ടുവന്നൊക്കെ ഒട്ടിച്ച് നല്ല നക്ഷത്രങ്ങൾ ഉണ്ടാക്കും. ഞങ്ങൾ പിന്നെ ക്രിബ് പതിവില്ല ഞങ്ങൾക്ക്. അത് കത്തോലിക്ക പള്ളിയിലുണ്ട്, ഞങ്ങൾക്കതില്ല. ഞങ്ങൾ മിക്കവാറും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ പള്ളിയിലെ ആരാധനകളും പിന്നെ ക്രിസ്മസ് ഫാദർ ഈ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ളതാണ്. തുടക്കത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് ക്രിസ്മസ് ഫാദറിനെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അന്ന് കാലത്ത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ലളിതമായിരുന്നു. പക്ഷേ വീട്ടിലൊക്കെ നല്ല ഭക്ഷണം കഴിക്കാം, അതിനൊക്കെയുള്ള ഒരുക്കങ്ങളായിരിക്കും. പ്രത്യേകിച്ച് നൊയമ്പ് ആണല്ലോ, 25 ദിവസം നൊയമ്പ് കഴിഞ്ഞിട്ട് ഇറച്ചിയൊക്കെ കിട്ടാൻ കാത്തിരിക്കുന്ന കുട്ടികളായ ഞങ്ങൾ. അപ്പോൾ തലേ ദിവസം തന്നെ പള്ളിയിൽ പോകണമെന്ന് തുടങ്ങും. ഇറച്ചി കിട്ടുമോ, കട്ട്ലേറ്റ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിടും. പറഞ്ഞില്ലടാ, പള്ളിയിൽ പോയിട്ട് വേണം ഇത് കിട്ടാൻ. അപ്പോൾ നല്ല കുട്ടികളായിട്ട് മര്യാദയ്ക്ക് പള്ളിയിൽ പോവുക. എന്നിട്ട് രാത്രി കുർബാനയാണ്, ഫാദർ കുർബാന. അത് കഴിഞ്ഞ് വന്നാൽ നിനക്ക് കേക്ക് അല്ലെങ്കിൽ കേക്ക് മുറിക്കാം, പക്ഷേ ഇറച്ചി മുതലായത് കിട്ടും. അപ്പോൾ നൊയമ്പ് ആചരിക്കുന്നൊരു കുടുംബമായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് 25 ദിവസം ഇങ്ങനെ കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് മുട്ടെത്തിക്കില്ല പതിവ്. അതുപോലെ വലിയ ഈസ്റ്റർ ആണെങ്കിൽ 50 ദിവസം ഇറച്ചി മീനും ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമായിട്ട് തോന്നിയിരുന്നു അന്ന് കാലത്തൊക്കെ. പക്ഷേ എങ്കിലും അത് അവസാനിക്കുന്നതോട് കൂടിയിട്ട് നൊയമ്പ് അവസാനിക്കുന്നു, ആഘോഷിക്കുന്നു, പാട്ടുകൾ പാടുന്നു. പിന്നെ അവധിക്കാലം ഉണ്ടായിരിക്കും. പക്ഷേ അന്ന് അവധിക്കാലത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ പഴയ കലണ്ടർ ഉപയോഗിച്ചിരുന്നത്, ജൂലിയൻ കലണ്ടർ, ജൂലിയസ് സീസറുടെ കാലം തൊട്ടുള്ളതെന്ന് പറയുന്നത്. മറ്റുള്ളവർ ഗ്രിഗോറിയൻ കലണ്ടർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ജനുവരി 7-ാം തീയതിയാണ് ക്രിസ്മസ്. മറ്റുള്ള കത്തോലിക്ക പള്ളിയിലെ 25-ാം തീയതി ക്രിസ്മസ് ഉണ്ടാവും, ഞങ്ങൾക്ക് ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ജനുവരി 7-ആണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് കോളേജിൽ പോകണം, ലീവില്ല, മുടക്കില്ല. 8-ാം തീയതി ഞങ്ങൾ പോവും. 7-ാം തീയതി പാതിരമാർക്ക് പോയി നിന്നിട്ട് 8-ാം തീയതി ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ ഉറക്കമൊക്കെ വരും. അപ്പോൾ ഈ കലണ്ടറിലുള്ള വ്യത്യാസം ഒരു അസൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ആ പ്രശ്നം തീർന്നു. ഞങ്ങളും ഈ കത്തോലിക്കർ ഉപയോഗിക്കുന്ന കലണ്ടർ തന്നെ പോപ്പ് ഗ്രിഗോറിയൻ കലണ്ടർ അംഗീകരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരേ ദിവസത്തിലാണ് ക്രിസ്മസ്. അല്ലെങ്കിൽ ഈ 2 ഡേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ പൊതുവെ ആളുകൾക്കൊക്കെ വെക്കേഷൻ ടൈമൊക്കെയാണ്, അതുകൊണ്ട് സന്തോഷകരമായ അനുഭവങ്ങളുണ്ട്. പിന്നെ കുറേശ്ശൊക്കെ പടക്കം പൊട്ടിക്കലും ഒക്കെ
മത്താപ്പ് കത്തിക്കലും ഇതൊക്കെ പതിവ്. തൃശ്ശൂർ പൂരത്തിൻ്റെ നാടാണല്ലോ. അപ്പോൾ അവർക്ക് ആഘോഷമുള്ളതുപോലെ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെ പെരുന്നാൾ വരുമ്പോഴാണ് പടക്കം പൊട്ടിക്കാനും ഒക്കെ ആയിട്ട് അവസരം കിട്ടുന്നത്. രണ്ട് കുട്ടികളായി ഞങ്ങളത് എൻജോയ് ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെയുള്ള. പക്ഷേ അപകടത്തിനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സഭയായിട്ട് അത് ഡിസ്കറേജ് ചെയ്യാണ്. ഈ പടക്കം പൊട്ടാൻ പാടില്ല, അതിൻ്റെ ആവശ്യമില്ല, പ്രയോജനമില്ലാത്ത പണിയാണ്, അപകടം ഉണ്ടാവും എന്നൊക്കെ ഇന്ന് വാണിംഗ് കൊടുത്തുകൊണ്ട് അത് മാറ്റം വന്നു. പക്ഷേ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ അന്ന് ആ കാലത്തിനനുസരിച്ച് കുട്ടിക്കാലത്തിനനുസരിച്ച് വിധത്തിൽ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം യാരമനയിൽ താമസിക്കുന്ന ഒരാൾക്ക് അങ്ങനെ വലിയ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലില്ല. അന്ന് എൻ്റെ വീട്ടിൽ പോയിട്ട് മാതാപിതാക്കളുടെ കൂടെ പോയി ഭക്ഷണം കഴിക്കും. അപ്പോൾ അവിടെ ക്രിസ്മസ് ഉണ്ട്, ഇവിടെ ക്രിസ്മസ് ഇല്ല ക്രിസ്മസ് ദിവസം. പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാ കൊയറും കൂടി വന്നിട്ട് ഇവിടെ ഒരു കൊയർ മീറ്റ് ഉണ്ട്. അപ്പോൾ പല ഇടവകളിൽ നിന്നുള്ള ഇത് വന്നിട്ട് മത്സരിച്ച് നല്ല ഇടവയ്ക്ക് സമ്മാനം കൊടുക്കുന്ന പതിവുണ്ട്. അങ്ങനെ ക്രിസ്മസ് പാട്ടുകളുടെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ ആഘോഷങ്ങളുടെയും അവധികാലത്തിൻ്റെയും ഒക്കെ സന്തോഷത്തിൻ്റെ ഒരു വലിയ കാലഘട്ടമാണ്. ഇറാഖ്, സിറിയ എന്നീ രാജ്യങ്ങളിൽ കൽദയ സഭ വളരെ സജീവമാണല്ലോ. ഈ രാജ്യങ്ങളിലെ ഇപ്പോഴുള്ള ക്രിസ്തുമസ് ആഘോഷങ്ങളെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അവിടുത്തെ ആഘോഷങ്ങൾ ചിലത് അത്ര ഓപ്പണാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യങ്ങൾ ചില രാജ്യങ്ങളിലുണ്ട്. ക്രിസ്ത്യൻസിന് മാത്രം ആഘോഷം ഉണ്ടാക്കാം, പക്ഷേ എങ്കിലും അത് പബ്ലിക്കായിട്ടൊരു മീറ്റിംഗ് പോലെ വയ്ക്കാനൊക്കെ മടിയുണ്ട് ചിലർക്ക്. അതുകൊണ്ട് ചില ഗവൺമെൻറ്റും അനുവദിക്കാറില്ല. അതുകൊണ്ട് ഈ ക്രിസ്മസ് എന്നുള്ളത് പാതിരക്കുർബാനകൾ എന്നുള്ളതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അത് ഞായറാഴ്ച അല്ലെങ്കിൽ ആ ദിവസം പകൽ കുർബാനയായിട്ട് അവസാനിപ്പിക്കേണ്ടി വരുന്നുണ്ട്. അത് സെക്യൂരിറ്റി റീസൺസ് ആയിട്ടാണ്. ജനങ്ങൾ ക്രിസ്മസ് കാലത്ത് അങ്ങനെ വെടിവെച്ച് കൊല്ലരുത്. ഇപ്പോൾ ടെൻഷനുള്ള സ്ഥലങ്ങളിലും പോലും ഇസ്രായേലിലും ഇറാഖികൾ അല്ലെങ്കിൽ ഇസ്രായേലിലെ ജനങ്ങളും അറബ് ജനങ്ങളൊക്കെ തമ്മിലുള്ള ടെൻഷൻ യെരുശലേമിലൊക്കെ ഉണ്ട്. അപ്പോൾ കഴിയുന്നതും അതിനുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പ്രിക്കോഷൻ അത് അവയെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ആഘോഷം മറ്റുള്ളവന് ശല്യമായിട്ട് വരാൻ പാടില്ല. അവൻ പള്ളിയിൽ അവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന നേരത്ത് നമ്മുടെ ഇവിടെ പള്ളിയിലത്തെ പടക്കം പൊട്ടിക്കലും ബഹളമൊക്കെ ആയാലേ അവന് ഉറങ്ങാൻ പറ്റില്ല, അവൻ വന്നിട്ട് ബഹളം കൂട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യൻസിനെ എല്ലായിടത്തും വേണ്ടുവണ്ണം പ്രൊട്ടക്ഷൻ കിട്ടാത്തൊരു കാലഘട്ടമായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പല അറബി രാജ്യങ്ങളിലൊക്കെ. ആയതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ബഹളം വയ്ച്ചിട്ട് പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് സെക്യൂരിറ്റിക്ക് കുഴപ്പമായിട്ട് വരാൻ പാടില്ല. അങ്ങനെയാണിപ്പോൾ അറബ് രാജ്യങ്ങളൊക്കെ. തിരുമേനി സിത്താർ വായിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. കലാപരമായ കാര്യങ്ങളിൽ വളരെ സജീവമാണ്, പാട്ടുകൾ എഴുതും. ഈ ക്രിസ്മസ് കാലയളവിൽ തിരുമേനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്രിസ്മസ് ഗാനം പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കുമോ? ഞാൻ നല്ല പാട്ടുകാരനല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ എല്ലാ കൊയറിലും ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ജബൽപൂരിൽ 4 കൊല്ലം അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് കൊയറിൽ അംഗമായി പാടിയിട്ടുണ്ട്. പിടിക്കപ്പെടാതെ നമ്മുടെ കുറവുകൾ മദാമ പിടിക്കില്ല. അപ്പോൾ നമ്മൾ സന്തോഷമായിട്ട് അതിൽ പോയി പ്രാക്ടീസിന് പോകും, പാടും. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 കൊല്ലം വന്നപ്പോൾ MTH ബാംഗ്ലൂർ വന്നപ്പോഴും ഞാൻ പാടിയിരുന്നു. പക്ഷേ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും അത് ക്രിസ്മസ് സീസണല്ലേ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എനിക്ക് സൈലൻറ്റ് നൈറ്റാണ്. നിശബ്ദരാത്രി, വിശുദ്ധരാത്രി എന്നൊക്കെ നല്ല തർജ്ജമ. അത് ഇംഗ്ലീഷിൽ പാടാൻ ശ്രമിക്കാം. സൈലൻറ്റ് നൈറ്റ്, ഹോളി നൈറ്റ്, all is calm, all is bright, round yon virgin mother and child, holy infant so tender and mild, sleep in heavenly peace, sleep in heavenly peace. അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അത് യൂറോപ്പിൽ തുടങ്ങി ഇംഗ്ലീഷിലും മറ്റുള്ള ഏറ്റവും കൂടുതൽ ലോക ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെട്ടൊരു പാട്ടാണ്. അത് ഞാൻ കരുതുന്നു ഡിനോമിനേഷണൽ ഡിഫറൻസ് കൂടാതെ ഈ സൈലൻ്റ് നൈറ്റ്, ഹോളി നൈറ്റിൽ പങ്കുചേരാറുണ്ട്. പിന്നെ കൊയറിൽ ഒക്കെ പാടിയിട്ടുണ്ട്. പിന്നെ സിത്താറിൻ്റെ കാര്യം ഞാൻ പാടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇരുന്ന് ശാരീരികമായി അത്ര നല്ലതല്ല, നിലത്തിരുന്നിട്ടാണ് സിത്താർ വായിക്കേണ്ടത്. അപ്പോൾ എനിക്ക് പ്രായമായതുകൊണ്ട് അത് കുറച്ചൊരു ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്.
എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. അത് എന്നിട്ടൊന്ന് വായിച്ചു നോക്കും, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല എപ്പോഴും മനസ്സിനൊരു കുളിർമ ലഭിക്കുന്നതാണല്ലോ ഈ പാട്ട് എന്ന് പറയുന്നത്. പാട്ട് കേൾക്കാനും പിന്നെ പാട്ടുകൾ എഴുതാനും എനിക്ക് ഒരു പാട്ട് മാരാമൺ കൺവെൻഷനെ ഞാൻ എഴുതിയൊരു പാട്ടുണ്ട്, കാലൂരി ക്രൂശെ നോക്കി ഞാൻ. അത് 100 ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാർപ്പാപ്പയുടെ പോളിഷ് ഭാഷയിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മാർപ്പാപ്പ ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ ഞാനത് സമ്മാനിച്ചു കൊച്ചിയിൽ വെച്ചിട്ട്. അപ്പം നോക്കിയിട്ട് നന്നായി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എന്നാണ് എൻ്റെ ധാരണ. ചിരിച്ചിട്ടാണ് പറയുന്നത്. നന്നായിട്ടില്ല എന്നാണോ നന്നായി എന്നാണോ എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞു ഇത് നന്നായിട്ടില്ലോ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഞാൻ കത്തോലിക്ക പള്ളികളിൽ ആ പാട്ട് പാടുന്നത് കേട്ടിട്ടുണ്ട്. ബെൽജിയത്തിലൊക്കെ പോയപ്പോഴൊക്കെ ഞാനത് കണ്ടുവിടെ. അപ്പോൾ ഇങ്ങനെ എൻ്റെ കൂട്ടുകാർ, എനിക്ക് പല വിധത്തിലുള്ള കൂട്ടുകാരുള്ളതുകൊണ്ട് പല കോൺഫറൻസുകളിൽ ഞാൻ പോകുന്നതുകൊണ്ട് വത്തിക്കാനിലും പല സ്ഥലത്തൊക്കെ പോകുന്നതായതുകൊണ്ട് എൻ്റെ പാട്ടുകൾ ചില സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് പാട്ടുകൾ, എല്ലാവർക്കും ആസ്വദിക്കാവുന്ന പാട്ടുകൾ ഞാനും ആസ്വദിക്കുന്നുണ്ട്. ഇടം നഷ്ടപ്പെട്ടവർക്ക് ഇടം നൽകുവാൻ വേണ്ടിയാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. എന്നാൽ ഇന്ന് വിലയുള്ളതിന് മാത്രം ഇടം ലഭിക്കുന്ന ഒരു ലോകക്രമമാണ് നിലവിലുള്ളത്. ഈ സന്ദർഭത്തിൽ ക്രിസ്തുമസിൻ്റെ പ്രസക്തി എന്താണ്? മനുഷ്യൻ സ്വാർത്ഥതയുള്ളവനാണ്. അവൻ്റെ ആഗ്രഹങ്ങൾ പള്ളിയിലത്തെ ഒരു കാര്യം മൂലം അവൻ എല്ലാം മെച്ചം കിടന്നു. പൊതുവിൻ്റെ പാവപ്പെട്ടവരുണ്ട്, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുക. ഞാൻ ഈ ഒരു ആശയം പറഞ്ഞ് അതുപോലെ മറ്റുള്ളവർ നടക്കണം, പ്രത്യേകിച്ച് എനിക്ക് കുറച്ച് സ്വാധീനമുള്ളതാണെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ട് ചിലർ ഇടവ പ്രവർത്തനങ്ങളിലൊക്കെ ഭരിക്കാൻ നോക്കും. പക്ഷേ സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് ക്രിസ്തു വന്നത്. അതുകൊണ്ട് അവരെ ഉയർത്തുന്നതിനുള്ള മാർഗ്ഗങ്ങളാണ് നാം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാലും അവർക്ക് തലയിൽ കയറില്ല. അവർക്ക് ഇപ്പോൾ ഞാൻ എന്നോട് ഭരിക്കണേ, ഞാൻ വോട്ട് പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ നടക്കണം. അങ്ങനെ സ്വാർത്ഥത നമ്മളെ കുറേ കയറി ഭരിച്ചിട്ടുണ്ട്. അത് ഉപേക്ഷിച്ചാൽ മനുഷ്യൻ ഉപേക്ഷിക്കുന്നത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് നല്ല ഭാവി ഉണ്ടാവില്ല സഭയ്ക്ക്. സഭയ്ക്ക് ക്രിസ്തുവിൻ്റെ സന്ദേശത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്ത് മനുഷ്യൻ്റെ വ്യക്തിപരമായ വളർച്ചയ്ക്കോ ഗുണത്തിനോ മേന്മയ്ക്കോ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. പൊതുജനത്തിന് വേണ്ടി, പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ക്രിസ്തീയ സമൂഹത്തിൽ ധാരാളം ആളുകൾ പാവങ്ങളുണ്ട്. അവരൊക്കെ ഒന്ന് ഉയർത്താൻ നോക്കാണ്ട് ഈ നമ്മുടെ പള്ളി കുറച്ചുകൂടി സ്വർണ്ണം കൊണ്ട് പൂശിയാം, നമുക്ക് കുറച്ച് പണം കൂടുതൽ ചെലവ് ചെയ്യാം, അവനെക്കാട്ടും നല്ലതാണ് നമ്മുടെ പള്ളിയിൽ ജനം പറയട്ടെ എന്നുള്ള അഹങ്കാരത്തിൽ പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട്. അത് ഞാൻ എപ്പോഴും പറയും, നമുക്ക് മറ്റൊരു പള്ളിയെക്കാട്ടിലും കുറച്ച് ഉയർച്ച വേണം എന്ന് വിചാരിക്കാതെ നമുക്കും സമൂഹത്തെ സേവിക്കണം. അവർക്കും നമ്മുടെ കഴിവുകളനുസരിച്ച് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് പൊതു നന്മയെ ലാക്കാക്കി ചിന്തിച്ച് പ്രവർത്തിച്ച് നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യം. അല്ലാതെ നമ്മുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് മെച്ചം കിട്ടാൻ എനിക്കെന്ത് മെച്ചം, ഞാൻ ഈ മീറ്റിങ്ങിന് പോയി എനിക്കെന്ത് മെച്ചം, അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ സഹകരിച്ചാൽ എനിക്കെന്ത് മെച്ചം എന്ന് അതൊക്കെ യൂദാസ്കറിയാത്താവ് ചോദിച്ചതാണ്. ഒറ്റിക്കൊടുത്തതല്ലേ എനിക്കെന്ത് കിട്ടും? ആ ഇത് ക്രിസ്ത്യാനികൾ കളഞ്ഞേ മതിയാകൂ. ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിലെ സ്വാർത്ഥതയ്ക്ക് സ്ഥാനമില്ല. സഭ ചെയ്യേണ്ടത് നമ്മുടെ ജനങ്ങളെ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിപ്പിച്ച് ദൂർത്തുകൾ ഒഴിവാക്കി മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ളവരായിട്ട് ഷെയറിങ് ഉള്ള കമ്മ്യൂണിറ്റി ആയിട്ട് വലുതാകണം. ആദ്യമൊക്കെ ക്രിസ്തവ സഭ അങ്ങനെ ഒരു ഷെയറിങ് കെയറിങ് കമ്മ്യൂണിറ്റി ആയിരുന്നു. ഇപ്പോൾ ഷെയറിങ് എന്നൊക്കെ പറഞ്ഞോ അതെന്ത് തൊട്ടണം, എനിക്ക് എൻ്റെ കാര്യവും എൻ്റെ കുടുംബം അത് മാത്രം ഷെയറിങ് ഉള്ളൂ. മറ്റവനുമായിട്ട് പാവപ്പെട്ടവനെക്കുറിച്ച് അവനെ സഹായിക്കാനാണ് കർത്താവ് വന്നതെന്നും നമ്മുടെ ദൗത്യം ഇതുതന്നെയാണ്. നമ്മുടെ ഇടയിൽ അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ അവർക്ക് സമാധാന വാക്കുകൾ കൊണ്ടോ അവർക്ക് സാമ്പത്തിക സഹായം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് കിടക്കാനൊരു ഇടമുണ്ടാക്കി കൊടുക്കാനോ ഒക്കെ നമുക്ക് ഊന്നൽ കൊടുക്കണം. അപ്പോൾ അത് പലർക്കും അത്ര കാര്യമായിട്ട് തോന്നുന്നില്ല. അത് പള്ളിയിലച്ഛൻ നോക്കിയോട്ടെ എന്ന് പറഞ്ഞ് ഒഴിയുകയാണ്. അതൊരിക്കലും സഭയ്ക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ജനങ്ങളോട് ഒത്തുചേർന്ന്, പ്രത്യേകിച്ച് ക്രിസ്മസ് മുതലായ അവസരങ്ങൾ വരുമ്പോൾ ഒത്തുചേർന്നതുകൊണ്ട് അവരെ സഹായിക്കാനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്തു, എന്തിനുള്ള സാധ്യതകളുണ്ട്, റിസോഴ്സസ് എന്തൊക്കെയാണ്, അത് മനസ്സിലാക്കിയിട്ട് ജനങ്ങളുമായി ചിന്തിച്ച് എന്തെങ്കിലും ഒരു ഉപകാരം അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ കഷ്ടപ്പാടിൽ അവരോട് കൂടി ചേർന്ന് ചെറിയ തോതിലെങ്കിലും സഹായിക്കാൻ. ഒരു ആഹാരം കൊടുത്തിട്ടായിരിക്കാം, പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് തന്നെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ അവരെക്കുറിച്ചുള്ള കരുതൽ നമുക്കുണ്ടാകണം. എനിക്ക് ഇന്നത് കിട്ടണം എന്നല്ല, മറ്റുള്ളവനെ എന്തെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
അത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല, പക്ഷെ മറ്റുള്ളവരിൽ കൂടെ കണ്ടും കേട്ടും അവനുമായി സംസാരിച്ചും അതിൽ പങ്കുചേർന്നും അവൻ്റെ പ്രയാസങ്ങളിൽ അവനെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ക്രിസ്മസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പാവങ്ങളെ കരുതാനുള്ള ഒരു അവസരമാണ്. അതല്ലാതെ ഞാൻ കുറച്ച് നല്ല പോലെ മദ്യപിച്ചു സുഖമായിട്ട് ആഘോഷിച്ചു, കാറിൽ കയറിപ്പോയി ആക്സിഡൻറ്റ് പറ്റി, ഇതെല്ലാം ചെയ്തിട്ട് ക്രിസ്ത്യാനിയാണ് ഞാൻ. അഹങ്കാരിക്കുന്ന ആളുകൾ ഞാൻ തൃശ്ശൂർ കാണുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ വില കൂടിയ മദ്യം തൃശ്ശൂർ പട്ടണത്തിൽ ഈ പ്രാവശ്യം വിളമ്പി, അല്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചു. പത്രക്കാരെഴുതും ഇതാ ഈ വർഷത്തെ മദ്യത്തിൻ്റെ സെയിൽസ് കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെട്ടു. അങ്ങനെ ചില മെച്ചപ്പെടൽ മാത്രമേ കാണുന്നുള്ളൂ. തീർച്ചയായിട്ടും ക്രിസ്ത്യാനികൾക്ക് അഭിമാനിക്കാവുന്ന ഒന്നുമല്ല ആഘോഷങ്ങളോ അതിൻ്റെ ചെലവുകളോ. അതുകൊണ്ട് നമുക്ക് പാവങ്ങളെക്കുറിച്ച് കരുതിക്കൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഒരു ദിവസം കൊണ്ടോ ഒരു പെരുന്നാൾ കൊണ്ടോ പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സാധിക്കുന്നിടത്തോളം അവൻ്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവനെ സഹായിച്ച് സഹകരിച്ച് ആ കാഴ്ചപ്പാട് ജനങ്ങളെ പഠിപ്പിച്ച് സഭയായിട്ട് മുന്നോട്ട് പോകണം. ക്രിസ്മസ് കാലഘട്ടത്തിൽ മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും നമുക്കിതുപോലെ ചെറിയ കാര്യം ഒരാൾക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് നമ്മൾ ചെയ്യണം. അത് ചെയ്യാതിരുന്നിട്ട് പ്രസംഗം പറഞ്ഞിട്ട് കാര്യമില്ല, തർക്കിച്ചിട്ട് കാര്യമില്ല. അവനേക്കാൾ നല്ലതാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവനേക്കാൾ വലുതായി നന്നായി ഞങ്ങൾ ചെയ്തു എന്ന് അഹങ്കരിക്കാതെ സേവനത്തിൻ്റെ പാതയിൽ കൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെന്നും ഇനി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ചെയ്യാനുണ്ട്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ദൈവമേ ഞങ്ങളതിനെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കുകാരാകുമ്പോൾ ക്രിസ്മസ് കാലഘട്ടത്തിൽ ആളുകൾക്ക് സന്തോഷിക്കാൻ പറ്റും. കള്ളു കുടിച്ചിട്ടുള്ള സന്തോഷമല്ല, ഈ നമ്മൾ ക്രിസ്തീയ കടമകൾ നിർവഹിച്ചു എന്നുള്ള ഒരു സന്തോഷമാണ് സമൂഹത്തിന് ആവശ്യം. അത് ചെയ്യുവാൻ തക്കവണ്ണം സഭയിലെ അച്ഛന്മാർക്കും മെത്രാന്മാർക്കും ജനങ്ങൾക്കും എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ക്രിസ്മസ് കാലഘട്ടം നമുക്ക് പുതിയൊരു കാഴ്ചപ്പാട് ഉണ്ടാകാനും അപരനെക്കുറിച്ച് കരുതുവാനും അവന് ചെറിയ സഹായമെങ്കിലും കൊടുത്ത് ആ വീട്ടിൽ സന്തോഷം ഉണ്ടാക്കുവാനും ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിൽ കൂടെ എല്ലാവരും ഒത്തുചേർന്ന് പോകിയാൽ ഈ സഭയ്ക്ക് ഈ കാലഘട്ടത്തിലും അതിൻ്റെ പ്രസക്തിയുണ്ട്. അവർക്ക് ഒരു സാക്ഷ്യം നിർവഹിക്കാൻ പറ്റും. അവർക്ക് തുടർന്നു പോകാനുള്ള അവകാശം അതുമൂലം ലഭിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് സഭയായിട്ട് തുടരാനുള്ള അവകാശം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു. ക്രിസ്തു ദർശനങ്ങളെപ്പറ്റിയും നമ്മോട് സംസാരിച്ചത് കൽദയ സുറിയാനി സഭയുടെ കേരളത്തിലെ പരമാധ്യക്ഷനായ അഭിവന്യ മാർ അപ്രൈം തിരുമേനിയാണ്.